സുഹൃത്തുക്കളെ, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ വോട്ടർ അധികാർ യാത്ര പലതരത്തിലും തടയാൻ ശ്രമിച്ചെങ്കിലും മോദിയുടെ ഡബിൾ എൻജിൻ സർക്കാരിന് അത് സാധിച്ചില്ല. ഈ യാത്രയിലുടനീളം രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായത്. സുരക്ഷയുടെ ചുമതലയുള്ള ബീഹാർ പോലീസ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും രാജ്യത്തെ ഏക പ്രതീക്ഷയുമായ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയിൽ വലിയ വലിയ വീഴ്ചകൾ വരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്തകൾ വോട്ടർ റൈറ്റ്സ് യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തെ അപായപ്പെടുത്താനായി ഒരു സംഘി പാഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഈ വലിയ സുരക്ഷാ വീഴ്ചയുടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് മേനെ ടച്ച് കിയ എന്ന് പറയാൻ മറക്കല്ലേ. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ്, രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നു പോകുന്ന വഴിയിൽ ഒരുപറ്റം സംഘികൾ കരിങ്കൊടികളുമായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ സൈന്യം അവരെ ഫലപ്രദമായി തടയുകയാണ് ഉണ്ടായത്. പിന്നീട് രാഹുൽ ഗാന്ധി അവരെ സമീപത്തേക്ക് വിളിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും കാര്യങ്ങൾ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുകയും വളരെ സ്നേഹപൂർവ്വം അവർക്ക് വെള്ളവും ചോക്ലേറ്റും നൽകി പറഞ്ഞയക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ വലിയ വലിയ വീഴ്ചകൾ പല സന്ദർഭത്തിൽ ഈ യാത്രയുടെ ഇടയ്ക്ക് ഉണ്ടായി. ഇപ്പോൾ ലേറ്റസ്റ്റായി ഉണ്ടായ ഈ സംഭവമാണ് ഏറ്റവും ആശങ്ക ഉണർത്തുന്നത്. രാജ്യത്തിന്റെ പ്രതീക്ഷയായ ഏക നേതാവിന്റെ ജീവൻ അപായപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ നുഴഞ്ഞുകയറി ഒരു കൊടും സംഘി ശ്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെയാണ് അയാൾ കാവിക്കൊടിയും ഉയർത്തി രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത്. അതും സ്റ്റേജിന്റെ തൊട്ടു മുൻപിലാണ് ഇയാൾ നിന്നിരുന്നത് എന്നുള്ളത് വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് എന്ന് പറയാതെ വയ്യ. അതിന്റെ ഈ ദൃശ്യങ്ങൾ കണ്ടോ? ആ സർക്കിൾ ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം കാവിക്കൊടി ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധിയുടെ നേരെ പാഞ്ഞെടുക്കാൻ ഇയാൾ ശ്രമിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രവർത്തകർ ഇയാളെ വലിച്ചു മാറ്റി മുന്നോട്ട് പോകുന്നത് തടയുകയും കണക്കിന് കൊടുക്കുകയും ചെയ്തു. അവിടെ നിങ്ങൾക്ക് കാണാം ചുറ്റും ബീഹാർ പോലീസ് നിൽക്കുന്നത്. അവർ കൈയും കെട്ടി ഇത് നോക്കി നിൽക്കുകയായിരുന്നു. പിന്നീട് അവിടെ വന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സപ്പോർട്ടേഴ്സ് ഇയാളെ വലിച്ചു മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലാണ് പോലീസ് അല്പമെങ്കിലും പ്രതികരിക്കുന്നത്. ഇയാൾ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. അയാളുടെ ഐഡന്റിറ്റി ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇന്ത്യയിലുള്ള ഒരു വാർത്താ ചാനലും ഈ വാർത്ത പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് അതിലും ഞെട്ടിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഇത് വെറുതെ പറയുന്ന കാര്യമല്ല എന്ന്. അയാൾ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് കുതിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ പ്രവർത്തകർ അയാളെ പിടിച്ചു മാറ്റി കൈകാര്യം ചെയ്യുകയാണ്. അതും സ്റ്റേജിന്റെ തൊട്ടു മുൻപിൽ രാഹുൽ ഗാന്ധി പ്രസംഗം നിർത്തി അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ നരഭോജി രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ്, രാഹുൽ ഗാന്ധിയുടെ 16 ദിവസത്തെ ഈ യാത്ര നടക്കുന്ന സമയത്തെല്ലാം പല രീതിയിൽ അത് തടയാനും യാത്ര മുടക്കാനും മോദിയും കൂട്ടിനും ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബീഹാർ പോലീസ് ബീഹാറിലേക്ക് നേപ്പാൾ വഴി 3 പാകിസ്ഥാനി തീവ്രവാദികൾ നുഴഞ്ഞു കയറിയെന്നും അവർ രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ എവിടെയാണ് തങ്ങുന്നത് എന്നും പറഞ്ഞ് വലിയ അലേർട്ട് പുറപ്പെടുവിക്കുകയും ചെയ്തത്. എന്നിട്ട് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹത്തിന്റെ ഈ യാത്ര ക്യാൻസൽ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആ ദിവസത്തെ പരിപാടികളിൽ പലതും ക്യാൻസൽ ചെയ്യുകയും ചെയ്തിരുന്നു. നേപ്പാളിൽ നിന്ന് കാഠ്മണ്ഡു വഴി ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നു പോകുന്ന സ്ഥലത്തേക്ക് ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്ന് മോദിക്കും കൂട്ടർക്കും വ്യക്തമായ വിവരം ലഭിച്ചു. പക്ഷേ അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പിറ്റേ ദിവസം ബീഹാർ പോലീസ് അറിയിച്ചത് അവർ ബീഹാറിൽ നിന്നും തിരിച്ച് കാഠ്മണ്ഡുവിൽ എത്തി അവിടെ നിന്നും മലേഷ്യയിലേക്ക് കടന്നു എന്നാണ്. അതുപോലുള്ള നാണംകെട്ട വൃത്തികെട്ട കപട നാടകങ്ങൾ വരെ ഈ യാത്രയെ തടസ്സപ്പെടുത്താൻ മോദിക്കൂട്ടം ഇറക്കാൻ തയ്യാറായി. ആ കളിയും ചീറ്റിപ്പോയപ്പോൾ പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ അടുത്തേക്ക് ആക്രമിക്കാനായി BJPയുടെ പ്രധാന നേതാക്കൾ ഉൾപ്പെടുന്ന സംഘിക്കൂട്ടം പാഞ്ഞു എത്തിയത്. എന്നാൽ അതിനും രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യത്തെ തെല്ലുപോലും ഇളക്കാനായില്ല. അവസാന ദിവസം പാറ്റ്നയിലെ ഗാന്ധി മൈതാനത്ത് ഈ യാത്രയുടെ സമാപന സമ്മേളനം നടക്കുമ്പോഴാണ് ഈ സംഘി തീവ്രവാദി
അതിലേക്ക് നുഴഞ്ഞു കയറി ഏറ്റവും മുൻപിലായി എത്തിയത്. എന്നിട്ട് കൃത്യം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു കഴിഞ്ഞ് സ്റ്റേജിന്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ് കാവിക്കൊടിയുമുയർത്തി അദ്ദേഹത്തെ ആക്രമിക്കാനായി സ്റ്റേജിലേക്ക് പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രസംഗിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ആയിരുന്നു. വളരെ പ്രായം ചെന്ന അദ്ദേഹം അറ്റാക്ക് മോഡിലാണ് ഇവിടെ തന്റെ പ്രസംഗം ആരംഭിച്ചത്. പലതരത്തിലും രാഹുൽ ഗാന്ധിയുടെ ഈ ജനമുന്നേറ്റത്തെ തടയാൻ ശ്രമിച്ച മോദിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആരംഭം ഇങ്ങനെയായിരുന്നു. ये 15 दिन की यात्रा इस सारे पूरे देश में चली, इसकी चर्चा, और भाजपा इसको रुकावट डालने के लिए, इसको बाधा डालने के लिए पूरी कोशिश की, लेकिन बिहार के लोग, गठबंधन के लोग, राहुल जी और तेजस्वी उनको नहीं डरे और न डरते हुए पूरा 15 दिन का यात्रा उन्होंने पूरा किया. ഈ 15 ദിവസത്തെ യാത്രയുടെ കാര്യങ്ങൾ രാജ്യം മുഴുവനും വലിയ ചർച്ചയായി. എന്നാൽ BJP ഇതിനെ തടയുന്നതിന്, ഈ ജനമുന്നേറ്റത്തെ ഇല്ലാതാക്കുന്നതിന് എല്ലാ തരത്തിലുമുള്ള പരിശ്രമം നടത്തി. എന്നാൽ ബീഹാറിലെ ജനങ്ങൾ, ഇന്ത്യ മുന്നണിയുടെ പോരാളികൾ, രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അവരെ തെല്ലുപോലും ഭയപ്പെട്ടില്ല. അങ്ങനെ അല്പം പോലും ഭയപ്പെടാതെ 15 ദിവസത്തെ മുഴുവൻ യാത്രയും പൂർത്തിയാക്കി. ഇത്ര വലിയ ഒരു ജനമുന്നേറ്റം സംഘക്കൂട്ടം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കിലോമീറ്ററുകളോളം നീളുന്ന റോഡ് ബ്ലോക്കുകളായിരുന്നു ഒഴുകിയെത്തിയ ജനസമുദ്രം മൂലം ഈ യാത്ര കടന്നു പോകുന്ന ഇടങ്ങളിൽ എല്ലാം ഉണ്ടായത്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ യാത്രയുടെ ഭാഗമായത്. ബീഹാറിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനുമുള്ള ജനങ്ങളുടെ ഇടയിൽ മോദിയുടെയും കൂട്ടരുടെയും വലിയ വോട്ടുകളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം ഉണ്ടാക്കാൻ രാഹുലിന്റെ ഈ യാത്രയ്ക്ക് സാധിച്ചു. അത് മാത്രവുമല്ല, ഈ വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്നത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തേണ്ട ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടാണ് എന്നുള്ളതും ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഫേക്ക് ന്യൂസുകളാലും മതവിദ്വേഷത്താലും വളർത്തിയെടുത്ത മോദിയുടെ ഇല്ലാത്ത പ്രതിഷ്ഠായ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ വ്യക്തമായിരിക്കുകയാണ്. ജനങ്ങൾ വോട്ട് ചെയ്തല്ല, മറിച്ച് ജനങ്ങളുടെ ഏറ്റവും വലിയ അവകാശമായ വോട്ട് കവർന്നെടുത്താണ് മോദിയും കൂട്ടരും അധികാരത്തിൽ എത്തിയത് എന്ന് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. സംഘികൾക്ക് പോലും പ്രതിരോധിക്കാനാവാത്ത രീതിയിലാണ് സത്യം അണക്കെട്ട് പൊട്ടിയൊഴുകുന്നത് പോലെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവഹിച്ചത്. വരും ദിനങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്ക ഉളവാക്കുന്ന സംഭവങ്ങളാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ സഹസ്ര കോടികൾ മുടക്കി ശ്രമിച്ചിട്ട് അതിൽ പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ രാഹുലും കൂട്ടരും നിതാന്തമായി ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?